പ്രൈസ് ദി ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ജൂൺ മാസം 28-ാം തീയതി വെള്ളിയാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇന്നത്തെ ദിനം അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും സന്തോഷത്തിൻ്റെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് യാക്കോബ് എഴുതിയ ലേഖനം 4-ാം അധ്യായം 10-ാം വാക്യം. ദ എപ്പിസ്റ്റൽ ഓഫ് ജെയിംസ് ചാപ്റ്റർ 4 വേഴ്സ് 10 നാം ഇപ്രകാരം വായിക്കുന്നു: കർത്താവിന്റെ സന്നിധിയിൽ താഴുവീൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. ചിതറിപ്പാർക്കുന്ന സകല ഗോത്രങ്ങൾക്കും വേണ്ടി കർത്താവിന്റെ ദാസനായ യാക്കോബ് എഴുതിയ ഹ്രസ്വ ലേഖനമാണ് യാക്കോബ് എഴുതിയ ലേഖനം എന്ന നാമധേയത്തിൽ തിരുവചനത്തിൽ ചേർത്തിരിക്കുന്നത്. ഒരു ദൈവവൈതലന്റെ വിശ്വാസിയുടെ ദൈനംദിന പരീക്ഷകൾ, പരിശോധനകൾ, അവയിൽ ഒരു ദൈവവൈതൽ വരിക്കേണ്ട വിജയം എന്നിവയെക്കുറിച്ച് വളരെ വ്യക്തമായും കൃത്യമായും യാക്കോബ് തന്റെ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് നമുക്ക് ലഭിക്കപ്പെട്ട വാക്യം വളരെ കാലോചിതമാണ്. കർത്താവിന്റെ സന്നിധിയിൽ താഴുമ്പോൾ നമ്മെ ഉയർത്തുന്ന ഒരു ദൈവം. ഇന്ന് ലോകത്തിലെ എല്ലാ മനുഷ്യരും, അത് സകല നാനാജാതി മതസ്ഥരും, വിശ്വാസമുള്ളവരും വിശ്വാസമില്ലാത്തവരും, വിശ്വാസികളും അവിശ്വാസികളും, എന്തിന് ദൈവവിശ്വാസമില്ലാത്ത നിരീശ്വരവാദികളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഉയരുക, ഉയർച്ച. എവിടെയും ഉയർന്നു തന്നെ നിൽക്കണം. തന്മൂലം ഇന്ന് അനേക പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ എല്ലാ മേഖലകളിലും ഉളവാകുന്നു. എന്നാൽ എന്തെല്ലാം ചെയ്താലും ഉയരുവാൻ പറ്റാത്തതിനാൽ എന്ത് അതിക്രമത്തിനും മുതിരുന്നവരുണ്ട്. ചുരുക്കത്തിൽ ഉയർച്ചയ്ക്കും പ്രശസ്തിക്കും വേണ്ടി പല വിധത്തിലുള്ള പങ്കപ്പാടുകൾ മനുഷ്യൻ ചെയ്യുമ്പോൾ യാക്കോബ് അപ്പോസ്തലൻ നമ്മളോട് ഒരു ചെറിയ സൂത്രവാക്യം പറഞ്ഞു തരികയാണ്: കർത്താവിന്റെ സന്നിധിയിൽ താഴുവീൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നാം ദൈവസന്നിധിയിൽ വേണ്ടവണ്ണം താഴാഴ്മയോട് അടുത്തു വന്നാൽ നമ്മെ ഉയർത്തുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. നമ്മെ താഴ്ത്തുവാനും തകർക്കുവാനും നമുക്ക് ചുറ്റും അനേകർ പല വിധങ്ങളിൽ കച്ചകെട്ടി ഇറങ്ങി നടക്കുമ്പോൾ നമ്മെ ഉയർത്തുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു. നിങ്ങൾ ഏത് മേഖലയിൽ എവിടെയാണ് താഴ്ന്നു പോയത്, തകർന്നു പോയത്, വീണുപോയത്, വീഴ്ത്തിക്കളഞ്ഞത്, അവിടെ നിങ്ങളെ ഓരോരുത്തരെയും കൈപിടിച്ചുയർത്തുന്ന ഒരു ദൈവമുണ്ട്. അതിന് നമ്മൾ മറ്റൊന്നും ചെയ്യണ്ട, ആരെയും സ്വാധീനിക്കണ്ട, ഒന്നും കൈക്കൂലി കൊടുക്കുകയും വേണ്ട. ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം: കർത്താവിന്റെ സന്നിധിയിൽ താഴുക. ഇന്ന് മനുഷ്യനിൽ ഇല്ലാതിരിക്കുന്ന ഒരു കാര്യവും അത് തന്നെയാണ്. ദൈവസന്നിധിയിൽ പോലും ഒരു വിധത്തിലും താഴുവാൻ മനസ്സില്ല. ദൈവത്തോട് പോലും ചോദ്യം ചെയ്യുന്നത് പോലെയുള്ള പ്രാർത്ഥനകളും പ്രാർത്ഥന ഇന്ന് ആക്രോശങ്ങളുമായി മാറിയിരിക്കുന്നു. നാം വചനം പഠിക്കുമ്പോൾ യേശു പറഞ്ഞ ഒരു ഉപമയിൽ, ഇതാ പരീശനും ചുങ്കക്കാരനും ദൈവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോയത്. അതെ, പരീശൻ അനേക കാര്യങ്ങൾ എടുത്തു പറഞ്ഞപ്പോൾ തന്നെത്താൻ താഴ്ത്തിയ ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവനായി
ഭവനത്തിലേക്ക് പോയി. ഇതിൽ ഏതവസ്ഥയിലാണ് പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും? അതെ, മിഡിൽ ഈസ്റ്റിൽ നാളെ അഥവാ ഇന്ന് വെള്ളിയാഴ്ച ആരാധനയ്ക്ക് കടന്നു പോകുന്നു. ഞായറാഴ്ചകളിൽ മറ്റ് രാജ്യങ്ങളിൽ ആരാധനയ്ക്ക് കടന്നു പോകുന്നു. അല്ല, നമ്മുടെ ഭവനങ്ങളിൽ ദൈവസന്നിധിയിൽ ഇരിക്കുന്നു. ദൈവസന്നിധിയിൽ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ താഴുവാൻ, വിട്ടുകൊടുക്കുവാൻ നമുക്കെപ്പോൾ കഴിയും? അവിടെയാണ് നമ്മുടെ ഉയർച്ചയുടെ പടവുകൾ ആരംഭിക്കുന്നത്. ആകയാൽ ആരെങ്കിലും ഏതെങ്കിലും മേഖലകളിൽ ഉയരണം, വളരണം എന്നാഗ്രഹിക്കുന്നുവെങ്കിൽ ഒന്നും ചെയ്യണ്ട, എങ്ങും ഓടണ്ട, ആരെയും ഒരു വിധത്തിലും സ്വാധീനിക്കണ്ട. ചെയ്യേണ്ടത് ദൈവസന്നിധിയിൽ താഴുവാൻ ശീലിക്കുക. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ, വചനം അനുശാസിക്കുന്നത് പോലെ ഞാനും നിങ്ങളും താഴുവാൻ, കീഴ്പ്പെടുവാൻ തയ്യാറായാൽ നമ്മെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. നമ്മെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും ദൈവം ഉയർത്തട്ടെ, ദൈവം മാനിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകളെ സ്വർഗം സ്വീകരിക്കട്ടെ. അതിന് ഉചിതമായ ഉത്തരം തമ്പുരാൻ കൈക്കൊണ്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഏതെങ്കിലും വിഷമത്താൽ ഭാരപ്പെട്ടുകൊണ്ടാണോ ഈ ദൈവജനം അതിരാവിലെ കേൾക്കുന്നത്? നിങ്ങളുടെ വിഷയം എത്ര കാഠിന്യമോ എത്ര ലഘുവോ ഏതവസ്ഥയിലോ ഉള്ളതായിക്കൊള്ളട്ടെ, നാളുകൾ പഴക്കമുള്ളതോ നിങ്ങൾ പ്രാർത്ഥിച്ചു തന്നെ മടുത്തതോ, ഉള്ളിൽ നിരവധി അനവധി സങ്കടങ്ങളാൽ തിങ്ങി നിറയുന്നതോ ആയിക്കൊള്ളട്ടെ, പ്രിയമാതാവേ, പിതാവേ, സഹോദരി, സഹോദരങ്ങളെ, ദൈവസന്നിധിയിൽ താഴ്മയോടെ സമർപ്പിക്കാം. തമ്പുരാൻ അതിന്മേൽ ജയമെടുക്കട്ടെ. 2024 ജൂൺ മാസം 28 വെള്ളിയാഴ്ച ജീവജലം ശ്രവിക്കുന്ന ഏവർക്കും അനുഗ്രഹത്തിന്റെയും ഉയർച്ചയുടെയും വളർച്ചയുടെയും നന്മയുടെയും ദൈവകൃപയുടെയും ദിനമായി തീരട്ടെ. നിങ്ങളുടെ യാത്രകളെ തമ്പുരാൻ മാനിക്കട്ടെ. നിങ്ങളുടെ ആവശ്യങ്ങളെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളിന്മേൽ സ്വർഗത്തിൽ നിന്ന് ഉത്തരം അരുളട്ടെ. അങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും സ്വർഗീയ കൃപകളും പ്രാപിച്ച് ധന്യതയുള്ള ഒരു ജീവിതം നയിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കുകയും ചെയ്യുമാറാകട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ സന്നിധിയിൽ താഴുവാൻ തയ്യാറായാൽ ഞങ്ങളെ ഉയർത്തുവാൻ കഴിവുള്ള ഒരു ദൈവം ജീവിക്കുന്നുവെന്ന് യാക്കോബ് അപ്പോസ്തലൻ കൂടെ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ദൈവസന്നിധിയിൽ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ താഴുവാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. ദൈവകൃപയിൽ ഞങ്ങളെ നിലനിർത്തണമേ. ഇന്ന് ദൈവവചനം കേട്ട എല്ലാ നിന്റെ മക്കളെയും അനുഗ്രഹിച്ച് ഇന്നത്തെ ദിനം വിടുതലിന്റെയും സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ഉയർച്ചയുടെയും വളർച്ചയുടെയും ദിനമായി തീർക്കണമെന്ന് യേശുമശിഹാ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, നാം വചനത്തിൽ നിന്ന് കേട്ടതുപോലെ കർത്താവിൻ സന്നിധിയിൽ താണ് കർത്താവ് നമ്മെ ഉയർത്തുന്ന ഉയർച്ച പ്രാപിച്ച് സമൂഹത്തിൽ, ദേശത്തിൽ, സഭയിൽ, കുടുംബത്തിൽ അനുഗ്രഹത്തോടെ ജീവിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.